കടന്നു വന്നിരിക്കുകയാണ് വൈക്കം മണ്ണിന്റെ ഹൃദയത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു വേമ്പനാടിന്റെ പെണ്ണഴക് ഗജറാണി വേമ്പനാട് വിജയലക്ഷ്മി. പന്ത്രണ്ട് വർഷത്തെ ചരിത്രത്തിന്റെ ബന്ധുവിൽ ചാർത്തിക്കൊണ്ട് തന്റെ സാരഥി ജ്യോതിഷത്തെ കയ്യം പിടിച്ച് വന്നു ചേരുകയാണ് വേമ്പനാടിന്റെ പെണ്ണഴക്. അഴകൻ താരറാണിമാർ പിറവികൊണ്ട ഉത്തര ഭാരത ഭൂവിന്റെ വിരിമാറിൽ പിറവികൊണ്ട വശ്യസുന്ദരിക്ക് കാലം വൈക്കം നാടിന് വരദാനമായി നൽകിയപ്പോൾ അഴകന്റെ ആവനാഴിയുമായി വന്നാണ് കേരളം ഭരിക്കുവാൻ ഇറങ്ങിയവർക്ക് ഒരായിരം സ്വാഗതം. ഗജറാണി വേമ്പനാട് വിജയലക്ഷ്മിക്കും സാരഥിമാർക്കും തിരുവൈക്കത്തപ്പന്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം. കാലം തെക്കൻ തട്ടകത്തിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ ചരിത്രങ്ങളിൽ തിളങ്ങിയ മാതംഗ സുന്ദരൻ ഗജരാജൻ വേമ്പനാട് മഹാദേവൻ. പകരം വയ്ക്കാനില്ലാത്ത സൗന്ദര്യ തിലകം തന്നെ എന്ന പല നാട്ടിലും തെളിയിച്ച വീരപൗരുഷമാണിവൻ. അനവധി വടക്കൻ ആളുകൾ വന്നിറങ്ങിയ മണ്ണിലെ എണ്ണം പറഞ്ഞൊരു നാടൻ സുന്ദരനാണിവൻ. പേരും പെരുമയും നിറഞ്ഞ പൂരങ്ങളിൽ ആവേശം തീർത്ത് എഴുന്നള്ളിൽ നിന്ന് ഗതകാല ചരിത്രമുള്ളവൻ. അസാധ്യമാകുന്ന മുഖവിരിവ് കൊണ്ടും അസുലഭമാകുന്ന ലക്ഷണ തികവുകൾ കൊണ്ടും ആരാധകരുടെ മനം നിറയ്ക്കുന്നവൻ. അർജുനനും വാസുദേവനും അനന്ത പത്മനാഭനുമൊപ്പം വേമ്പനാടിന്റെ യശസ് ഉയർത്തിയ വീരപ്രജാപതി. അഴകിന്റെ പ്രജാപതിമാർ അണിനിരുന്ന മണ്ണിൽ ആന കേരളത്തിന്റെ മറ്റൊരു സഖ്യനായകനായി അവതരിക്കുകയാണവൻ. സഖ്യപതി വേമ്പനാട് മഹാദേവൻ. കൊതിക്കുന്ന മുഖശ്രീയുമായി ഉത്സവ കേരളം നെഞ്ചിലേറ്റിയ നാട്ടാന ചന്തം. അതെ, ഇവൻ കൂടെയുള്ള സഞ്ജയനോടൊപ്പം മാതൃനാടിന്റെ പേരും പെരുമയും ഊട്ടിയുറപ്പിക്കുന്നവൻ. തിരുവിതാംകൂറിലെ എണ്ണം പറഞ്ഞ ഉത്സവങ്ങളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച് പേരെടുത്തവൻ. ആഘോഷം നിറയുന്ന തിരുവിതാംകൂറിൽ വേറിട്ട സൗന്ദര്യമായി നിലകൊള്ളുന്ന തമ്പുരാനിത. പേരും പെരുമയും നിറഞ്ഞ പെരും തൃക്കോവിലപ്പന്റെ തിരുവണ്ടത്തേക്ക് താരമായി വന്നിറങ്ങിയവൻ. ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് ഇവിടെ ഒരുക്കുന്ന ആദിയുദ്ധത്തിലേക്ക് കടന്നു വരികയാണവൻ. ഗജരാജൻ ആദിനാട് ശ്രീധീഷ്. സൗന്ദര്യം നേരം തെളിഞ്ഞു നിന്ന നേരത്തെ തിരുവൈക്കത്ത് അവതരിച്ച സഖ്യ സൗന്ദര്യം ഗജരാജൻ വേമ്പനാട് വാസുദേവൻ. ഇതാ പ്രത്യുഷന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വന്ന് ചേരുകയാണ് വാസുദേവൻ. നാലാം നോക്കി നിന്ന മണ്ണിൽ നേരിടും ആനച്ചന്തത്തിന്റെ അഴകും തികവും കാണിച്ചു കൊടുത്തവൻ. മലയാളക്കരയുടെ വിരിമാറിൽ ഒരു കാലത്ത് ആവോളം ആരാധകരെ സൃഷ്ടിച്ച് കരുത്തനായ ആൺപിറപ്പ്. കാണുന്ന കണ്ണുകളിൽ ആനക്കമ്പത്തിന്റെ ആവേശം ലഹരിയായി സമ്മാനിച്ചുകൊണ്ടിതാ കടന്നു വന്നിരിക്കുകയായി വാസുദേവൻ. പേരുകേട്ട് ആരവങ്ങൾ നിറയുന്ന മണ്ണിലേക്ക് താരമായി തന്നെ തിരികെ വരുമെന്ന് വാക്കുകൊടുത്തവൻ ഗജരാജൻ വേമ്പനാട് വാസുദേവനും സാരഥിമാർഗം. തിരുവൈക്കത്തപ്പന്റെ മണ്ണിലെ ആനയിട്ട് കൂടുവാൻ സ്വാഗതം, സുസ്വാഗതം. പ്രഭുവിന്റെ മണ്ണിലേക്ക് വന്നു ചേരുകയായി ഇവൻ ഓണാട്ടുകവിയുടെ രാജകുമാരൻ ഗജരാജകുമാരൻ കണ്ടിയൂർ പ്രേം ശങ്കർ വരികയായി. സാരഥി രാജേഷിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഓണാട്ടുകവിയുടെ മണ്ണിൽ നിന്ന് മുൻപിടുന്ന മികച്ച യുവത്വമായി വളർന്നു വരുന്ന താരയൗവനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജനിരയിൽ ചന്തത്തിന്റെ കയ്യപ്പുചാട്ടി വളർന്ന സുന്ദര യുവരാജൻ. ആളും ആരവങ്ങളും അകന്നു നിന്ന കാലത്തും തിരുവൈക്കത്തപ്പനെ സേവിക്കുവാൻ പടികടന്നു വന്നവൻ. ചരിത്രവും വിശ്വാസവും ഇടകലർന്ന മണ്ണിലെല്ലാം ആഘോഷത്തിന്റെ പ്രതീകമായി വന്നു ചേരുന്ന യുവനായകൻ ആലപ്പുഴക്കാരൻ. ഇനി ഇതാ തിരുവൈക്കത്തപ്പന്റെ മണ്ണിലേക്ക് കടന്നു വരികയായി രാജ. ആന കേരളത്തിൽ അഗ്രഗണ്യരായ ചട്ടക്കാരിലെ ആലപ്പുഴക്കാരൻ പാരാരിക്കുളം അജിയുടെയും ശരത്തിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് വന്നു ചേരുകയാണ് രാജ. ഒരു കാലം ദേശിംഗ നാടിന്റെ മടിത്തട്ടിൽ ആവോളം മഹിമകളുമായി തിളങ്ങി നിന്നവൻ. കുളമാക്കിൽ തറവാടിന്റെ മടിത്തട്ടിലേക്ക് കടന്നു വന്നപ്പോൾ കാലം കൈ നീട്ടി സ്വീകരിച്ച കാർമുകിൽ വർണ്ണൻ
വൈക്കത്തഷ്ടമിയുടെ ചരിത്ര പെരുമയിൽ തന്റെ നാമവും തിളങ്ങണമെന്ന വാശിയുമായി ഇത്തവണയും എഴുന്നള്ളിപ്പിന് പ്രൗഢി തീർക്കുന്ന ഒന്നാം തരം കൂട്ടാന ഒന്നിനൊന്ന് മികച്ച വേദികളിലേക്ക് കടന്നു ചെന്ന നിയോജകരുടെ കാലപ്രഭയെ നെഞ്ചിലേറ്റിയവൻ ഗജരാജൻ കുളമാക്കി രാജ. അന്നദാന പ്രഭുവിന്റെ മണ്ണിലെത്തിയ മാതംഗ ശ്രീമാൻ സിന്ദൂര കുലപതി വേമ്പനാട് അനന്തപത്മനാഭൻ. തെക്കൻ മണ്ണിന്റെ വഴിത്തട്ടിൽ തിളക്കമുള്ള തമ്പുരാനായി വാഴുവാൻ, ഓനാട്ടുകര അടക്കി വാഴുവാൻ, ഓനാട്ടുകരയുടെ മണ്ണിൽ നിന്നും പടികടന്നു ചെന്ന് കാലനിയോഗത്താൽ വേമ്പനാട് കായലിന്റെ തീരത്ത് സ്വന്തമായവൻ. എഴുന്നള്ളിപ്പിന്റെ രാജകല നിറയുന്ന മണ്ണിലെല്ലാം തികവാർന്ന സ്വന്തമായി മരുവുന്ന മാതംഗ ശ്രേഷ്ഠൻ. ആനക്കമ്പത്തിന്റെ പേരിൽ ആളുകൾ അണിനിരക്കുമ്പോൾ അതിലഴകിന്റെ മാറ്റുകൾ നിറയ്ക്കാൻ പോകുന്ന വേറിട്ട സംഘം വീരന്മാർ വാഴുന്ന വൈക്കത്തെ രാജഭൂമിയിൽ വാനോളം കീർത്തിയുമായി വരുന്ന മാതംഗ തിരുമകളിത. തികവാർന്ന സൗന്ദര്യഭാവത്തിനാലും ഭംഗിയേർന്ന സൗകുമാര്യത്തിനാലും ആരാധക ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയ ആന സ്വരൂപമായി തന്റെ സാരഥി പള്ളിപ്പുറം രാജേഷിന്റെ കൈകൾ പിടിച്ച് കടന്നു വരികയാണവൻ. ഊട്ടിയുറപ്പിച്ച സൗന്ദര്യ മഹിമ കൊണ്ടും മനം മയക്കുന്ന മനോഹാര മസ്തകം കൊണ്ടും തെക്കുന്ന പത്മനാഭൻ. തിരുവൈക്കം ഒരുങ്ങി നിൽക്കുമ്പോൾ ആനത്താരങ്ങൾ ആഗതമാകുമ്പോൾ ഇതാ വേദകേസരി തടത്താവുള്ള സുരേഷ് വരികയായി. തന്റെ സാരഥി കറുകച്ചാൽ രാജുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഈ മണ്ണിൽ പുതുമയുടെ അധ്യായം രചിക്കുവാൻ അഴകിന്റെ നാട്ടാന സ്വന്തം. കഴിഞ്ഞ കാലത്തിനോടും കടന്നുപോയ വീഥികളോടും കലർപ്പില്ലാത്ത സൗന്ദര്യം കൊണ്ട് കടപ്പാട് തീർന്നവൻ. ഇടപെടാൻ വരുന്നവരോട് കിടപിടിക്കാൻ പോകുന്ന അഴകും അളവും അടിമൊഴി നിറയുന്ന തെക്കിന്റെ പോരാളി. നടവയ്ക്കുന്ന മണ്ണിൽ നാലാളെ തന്റെ നായക ഭാവത്തിൽ മയക്കി ആരാധകരാക്കി മടക്കുന്നവൻ. പാരമ്പര്യത്തിന്റെ പതിറ്റാണ്ടുകൾക്ക് മുന്നേ വിട്ടുപാകിയ തടത്താവുള്ള തറവാടിന്റെ ഇന്നത്തെ അഭിമാന താരമായവൻ. തടത്താവിളയിലെ കേസരി തടത്താവുള്ള സുരേഷ്. വേമ്പനാട് അർജുനൻ. ആരും ഭരിക്കുന്ന മുഖശ്രീയും ആരെയും ആകർഷിക്കുന്ന സ്വഭാവ മഹിമയുമായി പുതിയൊരു ഉത്സവകാലത്തെ വരവേൽക്കുവാൻ സാരഥി കൂറ്റുവേലി കുഞ്ഞുമോന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വൈക്കത്തപ്പന്റെ യാനയോട്ട് വീഴുവാൻ വരികയാണ് അർജുനൻ. വെമ്പലനാടിന്റെ അർജുനൻ, വേമ്പനാട് തറവാടിന്റെ തലമുതിർന്ന താരം, വേമ്പനാട് പുഷ്പദാസിന്റെ പൊന്നോമന പുത്രൻ. ഉത്തരേന്ത്യൻ മണ്ണിലെ വിരിമാറിൽ നിന്ന് സാരഥി മാർഗം അന്നദാന പ്രഭുവിന്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം. പ്രൗഢഗംഭീരമാകുന്ന വൈക്കത്തഷ്ടമിക്ക് 9ാം സുദിനമാകുമ്പോൾ ആലപ്പുഴയുടെ പെരുമയുമായി ഇവിടെ അതെ ഇവരൊരു സൗഭാഗ്യപരമായി ഇത്തവണയും വൈക്കത്തേക്ക് വന്നു ചേർന്നവൻ ഗതമുഖീനൻ കുളമാക്കി പാർത്ഥസാരഥി. ആലപ്പുഴയിലേക്ക് വന്നനാൾ മുതൽ ആവേശമോടെ വഴി നടത്തുന്ന പ്രിയ സാരഥി മാരാരിക്കുളം വൈദ്യയുടെ കൈകൾ പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു വൈക്കത്തഷ്ടമി ആനയോട്ട് വീഴുവാൻ വരികയാണവൻ. സർവാലങ്കാര വിഭൂഷണമായ വൈക്കത്തപ്പനെ ശിരസിലേറ്റി തന്റെ പെരുമയെ ഈ നാട് ഊട്ടിയുറപ്പിച്ചവൻ. കലഭൂരിന്റെ മണ്ണിലെ കരുത്തുറ്റ ഗതരൂപമായ ആലപ്പുഴയുടെ പെരുമ ചൂടുന്ന താരയവനം അറിഞ്ഞ് സ്വീകരിച്ച നാടുകളെല്ലാം ആവേശത്തിന്റെ ഉൾത്തെളിയിക്കുന്നവൻ. തികഞ്ഞ പെരുമയും അതിനൊത്ത ചന്ദ്രവുമായി ഇത്തവണയും വൈക്കത്ത് നിറയുന്ന ഐശ്വര്യ ശ്രീമാൻ ഗണേശനോടും രാഘവനും ഒന്നിച്ചു വാഴുന്ന കുളമാട്ടിലെ മലയാള ഗതമുഖീമൻ കുളമാട്ടിൽ പാർത്ഥസാരഥി. നിരക്കുന്ന സാരഥി മാർഗം തിരുവൈക്കത്തപ്പന്റെ തിരുവഞ്ചനത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. പലമുടി ഒന്നാമനായ യുവരാജാവിന ഇനി കടന്നു വരികയായി പ്രത്യക്ഷ ഗണപതി മുണ്ടക്കൽ ശിവനന്ദൻ. അരങ്ങിലെ താരമാകാനും ആവേശങ്ങളുടെ നായകനാകുവാനും കൂട്ടായി കൂടെയുള്ള സാരഥി പായിപ്പാട് വിധിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് തിരുവൈക്കത്തപ്പന്റെ യാനയൂട്ടിലേക്ക് കടന്നു വരുന്നു ശിവനന്ദൻ. ഇവൻ
സന്ധ്യവേളകളുടെ നാമത്തിൽ വൈക്കത്തുകാരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ താരയൗവനം പ്രൗഢിയുടെ ഒരു തമ്പുരാൻ വരികയാണ്. കാലഘട്ടങ്ങളും ഇതിഹാസങ്ങളും മലം വച്ച് മടങ്ങിയ മണ്ണിൽ തലമുറകൾ കാലക്രമം പകർന്നവൻ കാളിയാർ മഹേന്ദ്ര ശ്രീ ഭദ്രകാളിയുടെയും ശ്രീ വിഷ്ണുമായിയുടെയും ശ്രീ ഗുരുമുത്തപ്പന്റെയും ആഗ്രഹപുത്രൻ ഐരാമത സമസൂര്യ പ്രഭാവൻ കളഭകേസരി കാളിയാർ മഠം ശേഖരൻ ഉയർച്ചയുടെ പാടുകൾ ലക്ഷ്യമുള്ള കമ്പനാളികൾ മഴ നടത്തുന്ന യുവസാരഥി പൂങ്കാട്ടുമണി രഞ്ജിത്തിന്റെ കൈകൾ പിടിച്ച് അന്നദാന പ്രഭുവിന്റെ മണ്ണിലേക്ക് വരികയാണ് ശേഖരൻ. പെരുംതുർക്കോവിലപ്പന് സേവ ചെയ്ത പുണ്യശേഖര നിനക്കും നിന്റെ സാരഥിമാർക്കും തിരുവൈക്കപ്പന്റെ തിരുമംഗളത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഇതാ നായകന്മാർ വരുന്നതായി കോടി കോടി കുഞ്ഞും ശിരസിൽ തോന്നി ഇനിയിതാ കോടാനും കോടികൾക്ക് നാഥനായ ഭഗവാന്റെ മണ്ണിലേക്ക് വരുന്നുണ്ടൊരു ഭഗവതി പുത്രൻ. ആലസ്യകാലത്തിന്റെ മൂർധന്യത്തിൽ അമ്മ ഭഗവതി അങ്ങോട്ട് ചെന്ന് കാണുന്ന ആരോമൽ പുത്രൻ അവതരിക്കുന്നു. അഴകിന്റെയും ആഘോഷത്തിന്റെയും പെരുമ കൂടിയ തമ്പുരാൻ കുന്നത്തൂരമ്മ മകൻ അഷ്ടപത്മദള വിഭൂഷണൻ ശാന്തസ്വരൂപഗതരാജൻ കുന്നത്തൂർ രാമു വരികയായി. ഇവൻ ആരാധക ലക്ഷങ്ങളോട് നൽകിയ ഐശ്വര്യത്തിന്റെ കിരീടം കൂടി വാഴുന്ന അഴകിന്റെ കുലപതി വരികയായി. ആരും മയക്കുന്ന ആകാര സൗന്ദര്യം കൊണ്ട് ആരാധകരെ കോരി കളിപ്പിച്ച് നിൽക്കുന്ന രാമ വരികയായി. വൈക്കത്തപ്പനെ സേവിക്കുവാൻ ഓണാട്ടുകൾക്ക് പുറത്തേക്ക് വണ്ടി കയറിയപ്പോൾ നിയോഗത്തിന്റെ രാശി തന്ത്രങ്ങളിലവൻ ആകാര കോടിയുടെ മോഹന സൗന്ദര്യങ്ങൾ മലയാളം ചാർന്ന് നിൽക്കുമ്പോൾ ഒരു മലയാളത്തിലുള്ള രാമവീത വരികയായി. നെയ്തിരുനാളങ്ങൾ തെളിച്ച് നെയ്വേദ്യ ചോരൻ സമർപ്പിച്ച പ്രഭുവിന്റെ ദിവസന്നിധിയിലേക്ക് അന്നദാന പ്രഭുവിന്റെ അവിടെ കൊണ്ടുപോകാൻ സ്വാഗതം.